ഒന്ന് ശമൂവേൽ 8-ാം അധ്യായം. ബാരിക്കുമോ ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരോട് ഇസ്രായേലിനു ന്യായാധിപതിയാക്കി. അവിടെ ആദിജാതനു യാവേൽ എന്നും രണ്ടാമത്തേനു അബിയാവു എന്നും പേർ. അവർ ബേർഷേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായ കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമേൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു അവനോട്, നീ വൃദ്ധനായിരുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ള പോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിനോ ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമേ എന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമേ എന്നു അവർ പറഞ്ഞ കാര്യം ശമൂവേലിനു അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവൻ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാത്തവണ്ണം എന്നെയാകുന്നു തുതിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെ അവർ എന്നെ ഉപദേശിച്ചും അന്യദൈവങ്ങളെ സേവിച്ചുകൊണ്ടോ എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കാം. എങ്കിലും അവരോട് ലംഘനമായി സാക്ഷീകരിച്ചു അവരെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം അവരോട് അറിയിക്കണം. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെല്ലാം അറിയിച്ചു പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്കു തേരാളികളും കുതിരച്ചേവകരുമാക്കും. അവൻ്റെ രഥങ്ങൾക്ക് മുൻപേ അവർ ഓടേണ്ടി വരും. അവൻ അവരെ 1000-നും 50-നും അധിപതിയാക്കും. തൻ്റെ നിലം കൃഷി ചെയ്യുവാനും തൻ്റെ വിള കൊയ്യുവാനും തൻ്റെ പടയ്ക്കൊപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളുമായിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും എടുത്തു തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശമെടുത്തു തൻ്റെ ഷണ്ഡന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ചു തൻ്റെ വേലയ്ക്ക് ആക്കും. അവൻ നിങ്ങളുടെ അടുക്കൽ 10-1 എടുക്കും. നിങ്ങൾ അവനു ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്നു നിലവിളിക്കും. എന്നാൽ യഹോവ അന്നു ഉത്തരമരുളിയില്ല. എന്നാൽ ശമൂവേലിൻ്റെ വാക്കു കൈക്കൊള്ളുവാൻ ജനത്തിനു മനസ്സില്ലാതെ, അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റു സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുവിക്കുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്നു അവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിൻ്റെ വാക്കെല്ലാം കേട്ടു യഹോവയോട് അറിയിച്ചു. യഹോവ ശമൂവേലിനോട്, അവരുടെ വാക്ക് കേട്ടു അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കാം എന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേലിനോട്, നിങ്ങൾ ഓരോരുത്തൻ തൻ്റെ പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ.